ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ വന്നതെന്നൊക്കെ അറിയാനും വേണ്ടി തന്നെയാണ്. ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പോയി ചെയ്യാതെ കളിക്കാനൊക്കെ കഴിയും. ചെയ്യാതെ കളിക്കുമ്പോൾ ആരും കിട്ടില്ല. എന്തൊക്കെ വന്നു എന്ന് അറിയണമെന്ന് വല്ല രസം ഉണ്ടാവില്ല. എല്ലാവരും ലൈവ് അപ്ഡേറ്റ് ഇൻ പ്രോഗ്രസ് ആണല്ലോ ഇപ്പം. എൻ്റെ ഒക്കെ ചെയ്യുക, അപ്ഡേറ്റൊക്കെ ചെയ്ത് റെഡി ആവുക. ഇപ്പോൾ 90 എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആ ബെല്ലൈക്കൺ നോക്കിയിട്ട് കാണാൻ തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ പ്രശ്നമാണ് വേണ്ട. 98 98 ഇത്രയേ ഉള്ളൂ. 99 ആവുന്നില്ല ഗൈസ്. എന്തുകൊണ്ട് 99 ആവുന്നില്ല? ഇതാണ് ട്രിക്കാണ് ഗൈസ്. ഒന്ന് ട്രൈ ചെയ്തൊക്കെ ട്രിക്ക് പെട്ടെന്ന് കൂടും. ഉണ്ടാ ഓരോരോ ട്രിക്കുകളല്ലേ. എല്ലാതും അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ മെയിൻ അപ്ഡേറ്റ് അല്ലല്ലോ. മെയിൻ അപ്ഡേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേറ്റ് കഴിഞ്ഞ് മാർച്ച് 5 ഉണ്ടാവും സാധ്യത കൂടുതലും. കാരണം എന്താ വെച്ചാൽ മാർച്ച് 5 ഈ ഫുട്ബോൾ ലീഗ് വരെ ഇതാവുമല്ലോ, ഫസ്റ്റ് ഒന്നാവുമല്ലോ. എന്നിട്ടാണ് നമ്മളെ റോഡ് ടു ഗ്ലോറി എന്നൊരു സംഭവം വരും. സസ്പെൻഷൻ പൊളിച്ചു എന്ന് വിചാരിച്ചാൽ ഒരു ഫ്രീ സ്പിന്ന് ആദ്യം നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് 1 ലെഫ്റ്റ്. ക്രിസ്ത്യൻ വിയേരി, അതും പ്രൈം ഫിനോമിനൽ ഫിനിഷിങ്. പ്രൈം തന്നെ ഉള്ളത് ഗോയ്സ്. ആണിത് പ്രൈമാണ് ഗോയ്സ്. 30 അല്ല, പ്രൈം അല്ല, 30 വയസ്സിൻ്റെ ശേഷമാണെങ്കിലും എന്നാലും ഇതിൻ്റെ കളിയൊക്കെ അറിയണം ഗോയ്സ്. ക്രിസ്ത്യൻ വിയേരി അതും 50 വന്നാൽ കറക്കണമെന്നുണ്ട്. 500 ഡിസ്കൗണ്ട് 1 ലെഫ്റ്റ് ആണ് ഗോയ്സ്. ഇതെന്താ? ഓട്ടോ കൺട്രോൾ നൗ അവൈലബിൾ ഇൻ VSAI. Auto control can now be used to let a match proceed automatically without the need to enter commands. Play match on auto control. Try it out. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന്. നമുക്ക് AI-ൽ ട്രൈ ചെയ്ത് നോക്കാം, അതാവും നല്ല രീതിയിലുള്ള. നമുക്ക് ഫ്രീ സ്പിൻ എന്തൊക്കെ വേണം. പ്ലെയർ ഓഫ് ദി വീക്ക് 2 ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. എൻ്റർ ചെയ്തു. ഓക്കെ, എത്താണ് ഗൈസ്? ഒരു ഒന്നുമില്ല. റൈറ്റ് ഔട്ട് ചെയ്തിരിക്കണേ എന്താ നമുക്ക് പിന്നെ അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് എന്തൊക്കെ വന്ന് നോക്കണം. നമുക്ക് ഡെയിലി ഗെയിം ഒന്ന് നോക്കാം. ഡെയിലി ഗെയിമിൽ നമുക്കൊരു ഷോട്ട് ഉണ്ട്, പെനാൾട്ടി. ഇത് ഞാനാ പറയണേ. ഇത് എവിടെക്കാരോ ചാടുക, ഇത് ഇടത്തോട്ട് ചാടും. ഞാൻ ഇടത്തോട്ട് തന്നെ അടിച്ചു. ഓ ഗൈസ്, ട്രിക്ക് ഉണ്ടോ? ട്രിക്ക് വലത്തോട്ട് ചാടി. ഓ ഗൈസ്, പെനാൾട്ടി കിക്കാകുമ്പോൾ ഇവിടെ നിന്നോട്ടെ, അവിടെ നിന്നോ. ഒന്നുകൂടി എക്സ്പീരിയൻസ്. നന്ദി ഉണ്ടേ. ആ ഗൈസ്, ഞാൻ ഒരു കാര്യം നോക്കാൻ പറഞ്ഞത്, ഡെയിലി ഗെയിമിൽ പുതിയ ആൾക്കാരെ ഇറക്കിക്കണം, അത് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ആകെ 2 ആളുള്ളൂ. അപ്പോൾ തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലവരേൾ പൈത്ത് എല്ലാ എപ്പിക്കനും എടുത്തിട്ടുണ്ടാകും. നോക്കാൻ ഒന്നാണ്. ഡെയിലി ഗെയിമിൽ പുതിയ ആൾക്കാർ ആരെങ്കിലും എടുത്തുക്കണം, നമുക്ക് നോക്കാമല്ലോ. ഓ, ഇത് വന്നിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല ഗൈസ്, വന്നിട്ടൊന്നുമില്ല. ഒരുത്തനെയും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, കോൺട്രാക്ട് ലീക്ക് ഇപ്പോൾ ആദ്യം സ്പിൻ ഉണ്ടേനാ. റൗളിൻ്റെ സ്പിന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ളതാണ് ഈ സ്പിന്നെന്ന് ഞാൻ ആലോചിക്കണേ ഗൈസ്. ഓ ഓ നല്ലൊരു പാക്ക് തന്നെയാണ് ഞാൻ പറയുള്ളൂ ഗൈസ്. ഇത് ദ്രക്കുവിത്താണ്. ഇത് കിട്ടിയാൽ പുളിക്കും. ഒരു മിനിറ്റ് കേട്ടോ. ഇന്നതൊക്കെ വന്ന് ഞാൻ പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞ മാതിരി നമ്മുടെ ഡുവേ വന്നിട്ടുണ്ട്. പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ. അന്തോണി ഗോർഡൺ വന്നിട്ടുണ്ട്. മറ്റേ പോവുകയാണെങ്കിൽ എസ് വന്നിട്ടുണ്ട്, റിക്കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഗൈസ്, വേറെ ഒന്നും ഇല്ല. ഒരു ഫ്രീ സ്പിന്ന് ചെയ്യണ്ടേ? സ്പിന്നിങ് വ്ളോഗ് ആവും ഇത്. ഒന്നുള്ളൂ. സൈൻ 1 പ്ലെയർ ഫോർ ഫ്രീ. സി ഓൾ നോക്കട്ടെ. കുറേ ആൾക്കാരുണ്ട്. ഫുള്ള് 29 ആൾക്കാർ ബേസും ഒരേ ഗൈസ്. ഇത് കിട്ടിയാൽ ഞാൻ വിളിക്കും ഗൈസ്. കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് കത്തിക്കയറലാവും. റൈറ്റ് വിങ് ഫോർവേഡ് ബോയാങ്കർ കിച്ചനെ മാറ്റി ആൾ വരും. ആണാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കറക്കി ഗൈസ്. നമ്മൾ സ്പിൻ ചെയ്ത് ഐശ്വര്യമായിട്ട് മോശിയുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയണം ഗൈസ്. മനസ്സ് പറഞ്ഞാലേ നടക്കുള്ളൂ. ഐശ്വര്യമായിട്ട് അതിൻ്റെ മോശിയുണ്ട് ഗൈസ്. ആ പാക്ക് പോയി. ആ പാക്ക് തന്നെ ഉണ്ട് പോകും. ഇത് തന്നെ ഗൈസ്. ആ പാക്ക് പോയി. ഓ, പരടുകയല്ല, ആ ബാക്ക് പോയി.
പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാ കണ്ടുപോയി ഡിസൈഡ് ആന്റോണി ഗോർഡൻ, ഈ ഹൊയ്സൺ ഞാൻ പറയാനുള്ളൂ. ഹൊയ്സൺ സ്ലൈഡിങ് ടാക്കിൾ പറഞ്ഞ സ്കില്ലിൽ തന്നെയാണ് വന്നത് ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെ വന്നതൊക്കെ നമ്മളൊന്നും തന്നെ അറിയും. ഉള്ളിലോട്ട് ലോഡിങ് ആണ് ഗൈസ്. സീ ഗോളി നോക്കുമ്പോൾ നമുക്ക് കാണണ്ട. നമ്മൾ ഹോമക്കി നമുക്ക് പിന്നെ മാച്ച് പാസ് അതെല്ലാവരും ചോദിക്കണമെന്ന് വിചാരിച്ചൊക്കെ തന്നെയാണ്. നിങ്ങൾക്കറിയാം ദി പിച്ച് ഈസ് അവേഴ്സ്. മാച്ച് പാസ് അല്ല ഗൈസ്. ഇതാണ് മറ്റേ സി പോയിൻ്റ് 7 കിട്ടും നമ്മൾ കളി ജയിക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സി പോയിൻ്റ് കിട്ടുമ്പോൾ 50 സി പോയിൻറ്റ്സിന് ഒരു 50 കോയിൻ വാങ്ങാം. റിമൈനിങ് 6 ഉണ്ട് കാര്യം നമ്മൾ ഇതെന്തായാലും എടുക്കും. പിന്നെ ദി പിച്ച് സവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇവൻറ്റ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ദി പിച്ച് സവേഴ്സ് മാച്ച് പാസ് വേറെ ഉണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ കഴിയില്ല. ഇത് മറ്റേ പൈസ ഒന്നും ഇല്ലല്ലോ, ഗോൾഡ് കോയിനൊന്നും ഇല്ലല്ലോ. നോക്കാമല്ലോ ഗോൾഡ് കോയിൻ വല്ലതും കൊണ്ടുപോകാൻ. ഗൈസ് ഗോൾഡൻ കോയിനൊന്നും ഇല്ല. ഗോൾഡ് കോയിൻ തരില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനൊന്നും ഗോൾഡ് കോയിൻ തരാൻ കഴിയില്ലല്ലോ. ചില കേസ് എന്നൊക്കെ പറയല്ലോ. എന്നാലും ഗോൾഡൻ കോയിൻ തരില്ല, അതുകൊണ്ട് ഗോൾഡൻ കോയിൻ ഇല്ല. പിന്നെ ഇതാ ഇവൻറ്റ്സ് ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ട് പറയുമോ. ഇവൻ VSAയിൽ ദി പിച്ച് സവേഴ്സ് ഞാൻ പറഞ്ഞത് ഇവൻറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളിൻ്റെ ഇവൻ്റാണ്. ഈ ഫുട്ബോളിനായിട്ടുള്ള ഒരു ഇവൻ്റാണ് അത്. ഇറ്റാലിയൻ ലീഗ് ചാമ്പ്യൻസിൻ്റെ ആണ്. പിന്നെ ടൂർണമെൻറ്റ് ചലഞ്ച് വേണ്ടി ഫ്ലെക്സിബിൾ ഉണ്ട്, അതും ദി പിച്ച് സവേഴ്സിൻ്റെ തന്നെയാണ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ടൂർണമെൻറ്റ് തന്നെ 2 ഉണ്ട്. പിന്നെ ഇത് തിങ്കളാഴ്ചയായിട്ട് വന്ന ബാഴ്സലോണയുടെ സ്പാനിഷ് ക്ലബ്ബ്. പിന്നെ PP പോവുകയാണെങ്കിലോ എനിക്ക് 2 ഉണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ. 2 എനിക്ക് കളിക്കാണ്ട്. ഇതാ ഈ 50 കോയിൻ്റെ ആർസണലിൻ്റെ അതും കളിക്കാണ്ട്, മറ്റേതും കളിക്കാണ്ട്. അത് 2 ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും. ഇതെൻ്റെ വാക്ക്. നമുക്ക് സിറ്റി എടുക്കാം. നല്ല സിറ്റി കഴിഞ്ഞാൽ സിറ്റി ഒന്നും ഇല്ല ഇതിൽ. എന്താ ആർസണലുണ്ടാകുമ്പോൾ സിറ്റിയൊക്കെ ഉണ്ടാവില്ലേ? അതാ സിറ്റി അതൊക്കെ അല്ലല്ലേ. 50 പോയിൻ്റ് എനിക്ക് എന്ന് പറയണം. ഒരു കളി ജയിച്ചാൽ എത്ര കിട്ടുന്നൊക്കെ ഒക്കെ ഞാൻ ഇക്കളി പറഞ്ഞിരുന്നതാണ്. ഇത് ഞാൻ വാങ്ങും. ഇപ്പം എൻ്റെ കളി 0 150 വരെ പോകുന്നു തോന്നുന്നുണ്ട്. ഒന്നും നമുക്ക് ഇപ്പോൾ തന്നെ അറിയില്ല. നമുക്ക് ഒരു മാച്ച് കളിക്കാം. അപ്പോൾ നമ്മൾ കളിയിലോട്ട് കിടക്കാം കേട്ടോ. ഞാൻ എല്ലാവരോടും പറഞ്ഞു തിങ്കളാഴ്ചത്തെ കളി നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്കിപ്പോൾ ക്യാപ്റ്റൻസി പോയിൻ്റ് ഇല്ലേ, ക്യാപ്റ്റൻസി അങ്ങനത്തെ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് നമുക്ക് ഏറെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കൂടി കളിക്കാം. ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരേണ്ട ശേഷം കളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കളിച്ചവരുണ്ടെങ്കിൽ അവർക്ക് പോയി, അത്രേ പറയുള്ളൂ. അവർക്ക് കളിക്കാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാച്ച് പാസ് 45 കളി ഇല്ലേ, അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ച് ചെയ്യുന്നു. പക്ഷേ അതിൽ കുറവല്ലാത്തവരുണ്ടെങ്കിൽ നിർത്തി കളി. നിങ്ങൾക്ക് നഷ്ടമാണ്, വൻ നഷ്ടമാണ്. ആളെത്തിണ്ട് ഓപ്പോണൻറ്റ് മിക്കവാറും മാഞ്ചസ്റ്റർ ഡെർബി ആവും, എനിക്കതാ തോന്നുന്നത്. മാഞ്ചസ്റ്റർ ഡെർബി അല്ല, ഇത് മറ്റേതാണല്ലോ അല്ലേ. ഇറ്റ്സ് എൽ ക്ലാസിക്കോ ഗായ്സ്. ഇത് മറ്റേതാണ്. ഞാൻ തിങ്കളാഴ്ചക്കത്തെ ഇവൻ്റാണ് ഞാൻ ഇപ്പോൾ കളിക്കണത്. വ്യാഴാഴ്ചക്കത്തെ ഇവൻ്റ് മറ്റേതാണ്. നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത ഇവൻ്റാണ്. അതിൽ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഞാൻ വിചാരിച്ച ആ ഇതിലാണ് കളിക്കുന്നത്. ഇടൻ ഹസാർഡിനെ നമുക്ക് ലെഫ്റ്റ് വിങ് തന്നെ ഇറക്കാം. എനിക്ക് പെഡ്രിനെ ഇറക്കണമെന്നുണ്ട്, പക്ഷേ ഇറക്കാൻ പറ്റിയ സ്ഥലമില്ല. നമുക്ക് സെൻട്രൽ മിഡ്ഫീൽഡിലൊക്കെയാണ് ഇറക്കാം. ചെക്കൻ്റെ ഇത് നോക്കട്ടെ, ടീം നോക്കട്ടെ. 2900 ഉള്ളൂ. ഇത് നമ്മൾ ജയിക്കാൻ നല്ല സാധ്യതയുള്ള കളിയാട്ടോ. ഇനി ചിലവരുണ്ട് ടീം ചെറുതാണെങ്കിലും വലിയ കളിയാവും, അങ്ങനത്തെവരൊക്കെയാണ് ഇതുണ്ടെങ്കിൽ പറഞ്ഞാൽ പെട്ടു. പക്ഷേ ചിലവരുണ്ട് ചെറിയ ടീം വെച്ചിട്ട് ചെറിയ കളി തന്നെ, അങ്ങനത്തെ നമ്മൾ രക്ഷപ്പെട്ടു, അങ്ങനെയും പറയാം. അപ്പോൾ 347 കുറേ കോയിൻസ് കിട്ടാനുള്ളത് വകുപ്പുണ്ട്. 500 നമ്മൾ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട വാങ്ങണോ അതോ മറ്റേ സ്പിന്നാണോ? 500 തന്നെ ക്രിസ്ത്യൻ വിയേരി. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കണ്ട കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കളിയിലോട്ട് കിടക്കാണ്, ടച്ച് വർക്കാണ്. ഈ പൊസിഷൻ കാണുമ്പോൾ എനിക്ക് എന്തോ മാതിരി
ഫോർമേഷന് അവൻ്റെ ആൾക്കാരൊക്കെ നിൽക്കണ ഫോർമേഷൻ കാണുമ്പോൾ എന്തോ മാതിരി. പിന്നെ കളി ഗൈസ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവൻ ജയിക്കും. കളി ഉണ്ട് കേട്ടോ നമുക്ക്. വിനീഷ്യസ് വാൽവർഡെ അതാ പോണ്, ഭാഗ്യത്തെ രക്ഷപ്പെട്ട്. റൗള്, ഡിയാഗോ ഫോർലാൻ, ഗൈസ് ഇഡൻ ഹസാർഡ്. ഓ ഹസാർഡ് ഞാൻ ത്രൂ കൊടുത്താലേ, ഞാൻ മാച്ചപ്പ് നോക്കിയതാണ് സംഭവം. അപ്പോൾ നമ്മൾ ത്രോ കളിച്ചാൽ കമവീങ്ക, ഹസാർഡ്, കമവീങ്കൻ്റെ ഒക്കെ കോർണർ. ഓ ഗൈസ് പെഡ്രി, ഓ ഹുയ്സൺ ബോൾ കഴിക്കുന്നു പോയി. റോഡ്രിഗോ അപ്പോൾ ഒരു ഗോളുടെ സാമർത്ഥ്യമുണ്ട്. ഇല്ല. ഹസാർഡ്, അർണോൾഡ് വരെ. അവൻ്റെ അർണോൾഡ് എല്ലാം കൊളാക്കി, നമ്മളെ ചാൻസും ഒക്കെ കൊളാക്കി. പെനാൾട്ടികൾ വകുപ്പുണ്ട്. പെനാൾട്ടിയാണ്. എൻ്റെ ഫോർലാൻ അവിടെ നിന്ന് തള്ളിയിട്ട് ഇത് കള്ളക്കളിയാ. ഞാൻ കേസ് കൊടുക്കും. റൗള അടി, പോസ്റ്റ് കൊടുക്കും. ഒന്നടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. റൗളൊക്കെ വിചാരിച്ച പിന്നെ ഒരു ബുള്ളറ്റ് തന്നെ ഉതിർത്ത് കൊടുക്കുകയാണ്. 1.5 ബുള്ളറ്റ് അങ്ങോട്ടാണ്ട് കൊടുത്ത്. പിന്നെ പേടില്ല. ഏതോ ഗോളിങ് ഇഷ്ടമായി. ആ ബുള്ളറ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തോളെ. ഏതാ കളി? 1-0 എൽ ക്ലാസിക്കോ 1-0. നിങ്ങൾ ലീവ് അടിച്ച് പോയാൽ അധികം സമാധാനമായിരുന്നു ഗൈസ്. റൗള് ബോയാങ്ക്രിക്കിച്ച് കിട്ടില്ല. കമവിംഗ, വാൽവർദെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ. ഓ അതാ പോണ്. കൈക്കൊന്ന് പോവോ ഗൈസ്? ഹസാർഡ്, ഗോള്. ഓ നമ്മളെ കീപ്പർ നടക്കുന്നുട്ടാ. ലാഗ് ഉണ്ട് ഗൈസ്, ചെറുതായിട്ട് ലാഗ് വരുന്നുണ്ട്. ലാഗ് ഇടയെ വെച്ച് കയറിയിരിക്കണേ, അതാണ് മെയിൻ പ്രശ്നമായത് ഗൈസ്. വിയ നേർക്ക് കുഴപ്പമില്ല. വിയൻ്റെ പ്രശ്നമാണെന്നും പറയാൻ പറ്റില്ല. ഓ റോള് ഗൈസ്, ഡേവിഡ് വിയ. ഓ വിയൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിൽ ലാഗും ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ലാഗും മറ്റേതും എല്ലാം കൂടി ആകുമ്പോൾ അല്ല. വിനീഷ്യസ് സൂപ്പർ ഷോട്ട് വരും. ഗോള് ഗൈസ്, അത് ഗോളാ. ഏതാ ഗോളി? വിക്ടർ ബായ അത്രക്ക് കൊടുത്തെന്ന് കേട്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഏതാ കളി? വിക്ടർ ബായ കിണ്ണ സാധനം, അവിടുത്തവരൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ഹസാർഡാ കൊടുത്ത്. ഓക്കെ മഴയും ക്ലിയർ ചെയ്ത് അടിച്ചു വിട്ട്. ഡാനി സബല്ലോസ്, ഫെദറിക്കോ വാൽവർദെ, റൗള് ഒന്ന് കുത്ത്. ഓക്കെ എഡൗഡോ, കമവിംഗ, വിയ, ബെല്ലറ്റി, ബോയാങ്ക്രിക്കിച്ച്, ഹസാർഡിലോട്ട്. ഹസാർഡ്, ഫോർലാനെ. ഓ വീണ്ടും ഹസാർഡിന് സ്കില്ലെടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ കുറേ ട്രൈ ചെയ്യണേ. ഹസാറിനെ കൂടെ ഞാൻ കുറേ കാലമായി സ്കിൽ അടിച്ചിട്ട്. പണ്ട് കിട്ടിയപ്പം സ്കിൽ എടുത്തിരുന്നു. പിന്നെ ഹസാറിനായിട്ടാണ് അന്നത്തെ കളിയൊക്കെ. പക്ഷേ ഇപ്പോൾ ഹസാറിനെ കൂടെ സ്കിൽ എടുപ്പിക്കണമെന്നില്ല. അതെങ്ങനെ ഗോളായി? 1-1 സമനിലായിട്ട് വിനീഷ്യസ് ഏതാ ഗോൾ? എനിക്കിഷ്ടായി. സ്യൂഡും പിന്നെ എന്താ സെലിബ്രേഷൻ ഞാൻ ആദ്യമായിട്ടാണല്ലോ ആണ്. ഞാൻ കയ്യൊക്കെ ഇറക്കി പോകണമെങ്കിൽ വിനീഷ്യസ് സ്യൂഡും എന്ന് വിചാരിച്ച്. കുഴപ്പമില്ല 1-1 അല്ലേ, നമുക്ക് കംബാക്ക് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റൂ ഗൈസ്. ബെല്ലറ്റി, റൗള്, പെഡ്രി, വിയ, ഫോർലാൻ ഇട്ടിന് ഒരു ബുള്ളറ്റാണ് ഞാൻ ട്രൈ ചെയ്യുക. കുബാർസി, പെഡ്രിക്കേന് പക്ഷേ ഹെഡ് നേരം പറ്റില്ല. കുബാർസി കുത്ത്. വിക്ടർ കൈക്കൽ പിടിച്ചിരിക്കുകയാണ്. എവിടെ കൊടുക്കേണ്ടറിയില്ല. കമാവിങ്കൊക്കെ പെട്ടെന്ന് കളിച്ചുകൂടെ വരണേ. ഹസാർഡ് ആണോ ഞാൻ സ്കില്ലെടുത്ത് ഓടാനാണ് വിചാരിച്ച്. സ്കില്ലെടുക്കാൻ കഴിയുന്നില്ല ഗൈസ് ഹസാറിനെ കൊണ്ട്. എന്താ അറിയില്ല, ഓനായിട്ട് സ്കില്ലെടുക്കണമില്ല. അപ്പോൾ എനിക്ക് ഹസാറിൻ്റെ സ്കില്ലൊക്കെ പോയെന്ന് നർഫാക്കി ഹസാറിനെ ഗൈസ്. വിക്ടർ ഇല്ലാണ്ടെങ്കിൽ ഗൈസ് ഞാൻ കളി പൊട്ടിക്കണേ. അഭ്യാട്ടി ചേർക്കാനൊക്കെ ആണെങ്കിൽ തട്ടും. വിക്ടർ ഗ്ലിച്ച് കാടാണ്, എല്ലാം ഗ്ലിച്ച് കാടാണ്. ഓ ക്ലിയർ ചെയ്യും, ആരാച്ചാൽ ക്ലിയർ ചെയ്യും. ഓ അത് മതി. അർണോൾഡ് ഒന്ന് ക്ലിയർ ചെയ്താൽ വേണമെങ്കിൽ വിസിലടിച്ചു. ഫസ്റ്റ് ഒഫീഷ്യൽ മാങ്ങയാണ്. മാഡ്രിഡ് ചാമ്പ്യൻ ബി 1 FC ബാഴ്സലോണ 1, റയൽ മാഡ്രിഡ് 1 FC ബാഴ്സലോണ 1. അങ്ങനെയും പറയാം ഗൈസ്. ഇതിലിപ്പോൾ ഹസാർഡ് എനിക്ക് പോരാന്നാണ് തോന്നുന്നത്. നമുക്ക് ചെറിയൊരു സബ്ബണ്ട് എടുത്താൽ ഹസാർഡിനെ കയറ്റി കൗച്ചോന് ഇറക്കാം. എങ്ങനാ നല്ലൊരു തരേ. ഇനി വാ കളിച്ച
വെച്ചേക്കാം. റൊണാൾഡീഞ്ഞോ നേരക്കളിക്കൂലേ. ഇനി അവനാണ് നമ്മളെ പ്ലെയർ കേട്ടോ. റൊണാൾഡീഞ്ഞോ ഗൗച്ചോ അങ്ങനെയല്ല, എന്നാലും എല്ലാവരെ കൊണ്ട് നമ്മൾ കളിപ്പിക്കും, അത് വേറെ കാര്യം. മെയിൻ ടാർഗറ്റ് ഓനാണെന്നാ പറഞ്ഞത്. ഓനെ സബ്ബരിച്ചില്ല. റോഡ്രിഗോനൊക്കെ കയറ്റി എംബാപ്പേനൊക്കെ ഇറക്കിക്കണേ. ഹസാഡിനെ അവനാകെ ഒരു സബ്ബരിച്ചിട്ടുള്ളൂ. റോഡ്രിഗോനെ കയറ്റി എംബാപ്പെ, കിലിയൻ എംബാപ്പെ, കിലിയൻ എംബാപ്പെ. ബാർസി എടുത്തിട്ടുണ്ട്. ബെല്ലേട്ടി അത് സ്പ്രിൻറ്റിൽ ആൾ പോയി, നടന്നില്ല. റൗള്, ഫോർലാന്, റൊണാൾഡീഞ്ഞോക്ക് പൊന്തിച്ചൊരു ത്രൂ കൊടുത്തിട്ടുണ്ട്. റൊണാൾഡീഞ്ഞോ ഉദ്ദേശിക്കുന്ന സ്കിൽസ് അത് വേറെ തരം സ്കിൽസാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുള്ളൂ, നടന്നാൽ പൊളിക്കും ഗൈസ്. അതുകൊണ്ടാണ് റൊണാൾഡീഞ്ഞോ അങ്ങനെ ചെയ്യാത്തത്. പക്ഷെ ഹസാഡ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കുന്നില്ല ഗൈസ്. കുബാർസി, പെഡ്രി, റൊണാൾഡീഞ്ഞോ ഗൈസ്. റൊണാൾഡീഞ്ഞോ ഇപ്പോൾ പ്രാവശ്യം ട്രൈ ചെയ്ത് കുറിസർ വെച്ചിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാണ്ട്. ഗോള് ഗൈസ്. നമ്മൾ ഇക്കളി പൊട്ടി, എന്ത് ചെയ്യണ്ട് അറിയില്ല. കളി നമ്മൾ ഐശ്വര്യമായിട്ട് പൊട്ടിയുണ്ട്. അന്തസ് അത് നമുക്ക് ഇല്ലാതാവുമോ കണ്ടറിയാ. നമ്മളെല്ലാവർക്കും ഗോൾ എടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. 2-1 സ്കോർ. അതാണ് എനിക്ക് പ്രശ്നമായത്. നടക്കുമല്ലോ ഇല്ലേനോ, അതാണ് മെയിൻ പ്രശ്നങ്ങളാണ് ഉള്ളതും. ഗൈസ് ഫോർലാൻ, ഡാനി സെബലോസ്, കിലിയൻ എംബാപ്പെ, റൗള്, ഡാവിയ, ഫോർലാൻ, ആന്റോണിയോ റൂഡിഗർ, ഫോർലാൻ ഗൈസ്. തിബോട്ട് കോർട്ടസ്, ജിറാഫ് വെറുതെ അല്ല അങ്ങോട്ട് എനിക്ക് കയറൂല. അങ്ങനെ സംഭവം ഉണ്ട്. ജിറാഫാണ് കീപ്പർ. നെയ്മറിനെ കൊണ്ട് ഇന്നലെ ഞാൻ ട്രൈ ചെയ്ത് പറയിപ്പിക്കണ്ട. എത്ര ബ്ലിറ്റ്സാണ് പോയത്. അത് ചാടാതെ തട്ടണ്. എത്ര ചാടേണ്ട ആവശ്യമില്ല, അത്രക്കും ഹൈറ്റ് ഉണ്ടല്ലോ. അതാണ് എൻ്റെ പ്രശ്നമായി. അത് പോസ്റ്റിന് അത്രക്കും ഹൈറ്റ് ഉണ്ടാവും വേണമെങ്കിൽ, കാണാൻ പറ്റില്ല. അമ്മാതിരി ഹൈറ്റുള്ള സാധനമാണേ, കണ്ടുകൂടാ. ബസ് ഫെദറിക്കോ വാൽവേർദെ, റൗള് റൊണാൾഡീഞ്ഞോ ഫാസ്റ്റ് കളിക്കുകയാണ്. റൊണാൾഡീഞ്ഞൊക്കെ ഇപ്പോൾ സ്കില്ലെടുക്കാൻ നോക്കണില്ല. നെയ്മറുണ്ടെങ്കിൽ വല്ല ബ്ലിറ്റ്സും ട്രൈ ചെയ്യാനോ ഗൈസ്. ഫോർലാൻ ട്രിപ്പിൾ ചെയ്യാണ് കോർട്ടോയ്സ്. ജിറാഫ് പറഞ്ഞിട്ടും കാര്യമില്ല. ഫോർലാൻ അങ്ങനെ പ്രഷറില്ല. ആരെ കൊണ്ടൊന്നും ചെയ്യാൻ കാണില്ല. പൊട്ടി ഗൈസ്. കളി ഐശ്വര്യമായിട്ട് നമ്മൾ പൊട്ടുകയാണ്. ഇവരെല്ലാവരും അറിയിക്കുകയാണ് കേട്ടോ. എൽ ക്ലാസിക്കോ തോറ്റു. ഇപ്പോൾ ഒരു പാസ് ഇങ്ങോട്ട് വരാൻ ഉറപ്പാണ്. ഇനി അങ്ങോട്ട് പോവാം. ഒന്നും ഉണ്ടാവുന്നില്ല. എത്തപ്പോൾ ഉണ്ടാവണേ ഗൈസ്. വോയിസാണ് അടിച്ചു വിടുകയാണ്. ലാഗും കളി എന്താ നമ്മൾ ചെയ്യേണ്ടത്. ബെല്ലട്ടി, റൗള്, വിയ ചൗമണി, വിനീഷ്യസ് ജൂനിയർ everybody. ബെല്ലട്ടി ഗൈസ്. ഐശ്വര്യം അന്തസ്സിൽ നമ്മൾ പൊട്ടി വരും നിങ്ങളെ അറിയിക്കുകയാണ്. 1 മിനിറ്റ് ആഡ് ഓൺ ടൈം വന്നിരിക്കണം. എന്ത് ഞാൻ ചെയ്യേണ്ടത് 1 മിനിറ്റിലേക്കാ? 1 മിനിറ്റിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഇനി വിസിലടിച്ചാണെങ്കിൽ കണ്ട കഴിഞ്ഞു. തോറ്റാൽ എത്ര സി പോയിൻ്റ് കിട്ടുമെന്ന് അറിയാനും വേണ്ടിയാണ് നമ്മൾ ഇക്കളി കളിച്ചത്. സി പോയിൻ്റ് എത്ര കിട്ടും നോക്കാം തോറ്റാൽ. ഒരു 14 ഗൈസ്. നെറ്റ്വർക്ക് ഒക്കെ കേട്ടോ, ഒരു പ്രശ്നമില്ല ഗൈസ്. അവർ വെറുതെ പറഞ്ഞാണ്. നെറ്റ്വർക്കിനൊന്നും ഒരു പ്രശ്നമില്ല എൻ്റെ ഗൈസ്. നെറ്റ്വർക്കൊക്കെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. അത് നമുക്ക് അപ്പോൾ സി പോയിൻ്റ് പോയി. എനിക്ക് കഴിയൂല കിട്ടണം. എനിക്ക് സി പോയിൻ്റ് വേണം അത്യാവശ്യമാണ് ഗൈസ്. സി പോയിൻ്റ് ഇത് കിട്ടിയാലേ വല്ലതും നടക്കുള്ളൂ. അതുകൊണ്ട് പ്രീവിയസ് മാച്ച് അബോയിൻറ്റഡ് അല്ല, ഞാൻ അബോയിൻ്റ് ആയിട്ടില്ല. ആരോട് പറയണതൊക്കെ സി പോയിൻ്റ് ഇല്ല, അതിൽ സി പോയിൻ്റ് ഇല്ല എന്നാണ് അവർ പറയണേ ഗൈസ്. കഷ്ടമാണല്ലോ, കഷ്ടകാലം. നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ് സി പോയിൻ്റ് കിട്ടിയില്ല. നമ്മൾ ഇപ്രാവശ്യം സി പോയിൻ്റ് വാങ്ങിയിട്ടേ പോകുള്ളൂ. സി പോയിൻ്റ് 50 രൂപ 100 രൂപ നമ്മൾ ഇപ്രാവശ്യം വാങ്ങും. വാശി അല്ല, 50 രൂപ നമ്മൾ വാങ്ങും. അത്രയേ ഉള്ളൂ. എന്തൊക്കെ പറയണം കാര്യമില്ല. നമ്മൾ 50 രൂപ വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി ആൾ വരണം. ആൾ വരാൻ നമ്മൾ കാത്തിക്കുകയാണ്. നമ്മൾ ഗൈസ് ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്.
എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കനോട് നിൽക്കിയിട്ട് കണ്ടു കേട്ടോ. ആൾ വരുന്നില്ല. ഇതും കുറേ 30 മിനിറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോ. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഷെയറൊക്കെ ചെയ്യണം. മാച്ച് മേക്കിംഗ് പ്രോസസ്സായല്ലോ. ആൾ വരുന്നില്ല ഗൈസ്, ആൾ വന്നിട്ടില്ല. ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആയി. ഇപ്പോൾ എത്തും 2 മിനിറ്റ് വേണ്ടില്ല, 1 മിനിറ്റ് വേണ്ട. ആബ്രാക്ക ഡാബ്രാക്ക ഡാബ്ര ടം 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 എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം, അപ്പോഴെങ്കിലും വന്നാലോ ഉള്ള ഏക വിശ്വാസത്തോടെയാണ്. ഗൈസ് എത്തി ആളെത്തി. ബിസ്മില്ലാ. ആളെത്തി. ക്ലാസിക്കോ അല്ല ജെറോണ ജിജോൺ RB പറഞ്ഞ ക്ലബിനായിട്ടാണ് നമ്മുടെ കളി. ജിജോൺ RB നമ്മളൊരു സബ്ബും എത്തുന്നില്ല, നേരെ പോകുന്നത് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു സബ്ബും ഇല്ല കേട്ടോ. ഒരു കുയിപ്പുഗ് അല്ലല്ലേ പെഡ്രിനെടുക്കാം, ആ ഒരു സബ്ബ് പക്ഷെ പെഡ്രിനെടുക്കണ്ട, റെഗുഗനെ മതി. നമ്മൾ റെഡി അങ്ങനെയാണെങ്കിൽ ജയിക്കടാ, തീർക്കാം. പൊറലാനെ ബുള്ളറ്റ് ഡെവിയ ബുള്ളറ്റ് നടിഞ്ഞോ കേള്. ഓന്ന് ലീവ് അടിച്ച് പോയെങ്കിൽ കിട്ടിയ സമാധാനമുണ്ട്, അത് ഒരു ഒന്നൊന്നര സമാധാനം തന്നെയാണ് ഗൈസ്. ഓൻ്റെയും U1 നൽകണം, ഇന്ത്യയിലും U1 നൽകണം, അല്ലെങ്കിൽ ഓൻ്റെ യൂണിവേഴ്സിറ്റി അല്ല ഇന്ത്യ U1 അങ്ങനെ കാര്യം മതിയോ. ഇന്ത്യ യൂണിവേഴ്സിറ്റി കണക്ക് തന്നാൽ മതിയോ. ചെക്കൻ വരും, ചെക്കൻ ഇങ്ങനെ പോരാന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഓൻ ജിജോ വെച്ച് കളിക്കാൻ കാരണം ട്രൂത്ത് ഓർ ഡെയർ കളിച്ചിട്ട് ഡയർ ഓൻ ചൂസ് ചെയ്തു. ആ ഡയറിൽ കിട്ടിയ ഡയർ അവരെല്ലാവരും പറഞ്ഞ് ഈ ഫുട്ബോളിലൊരു മാച്ച് കളിക്കണം. അവൻ ജിജോൺ RB നെറ്റ് അല്ല റയൽ മാഡ്രിഡും അല്ല ബാഴ്സലോണയും അല്ല അത്ലറ്റിക്കോ മാഡ്രിഡും അല്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പ്രശസ്ത ക്ലബ്ബല്ലാത്ത ഏതെങ്കിലും ഒട്ട ക്ലബിനായിട്ട് നീ കളിച്ച് ജയിക്കണം എന്ന് പറയണമെന്നറിയില്ല, കളിച്ച് ജയിക്കണം എന്ന് പറയണമെന്നറിയില്ല, കളിക്കണം അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് ഭയങ്കര കിച്ച് ഓ കരേരാസ് എന്തുപടാ നാച്ചോ മാർട്ടിനൊക്കെ ഉണ്ടാവും. കരേരാസ് കിലിയൻ എംബാപ്പെ കഴിയൂല, കള്ളക്കളില്ലേ. ജിജോൺ RB പറഞ്ഞ ഏതോ ലൊട്ട് ഗായ്സ് ഒരു വിഷയമുണ്ട് എനിക്ക് തോന്നണേ. എടാ ലാലിഗയിൽ ഏത് ടീം എടുത്താലും എല്ലാ ആൾക്കാരും ഉണ്ടാവില്ലേ, അത് ഞാൻ മറന്നുപോയി ഗായ്സ്. അത് വല്ലാത്തൊരു മറവിയായിപ്പോയി, മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ജിജോൺ RBത്തെ പ്ലേയേഴ്സ് 2000 ഉള്ളിൽ നമ്മൾ കണ്ടപ്പോൾ സ്ട്രെങ്ത്ത് കരേരാസും ഉണ്ട് ഗൈസ്. ഓ റിഫ്ലക്ഷൻ തട്ടി വന്നിട്ടും വിട്ടുപോയ തട്ടി, അതിലൊരു കയ്യടി കൊടുക്കണം ഗൈസ്. നല്ല കളി കളിക്കുന്നുണ്ട്, നമ്മൾ നല്ല കളി കളിക്കുന്നില്ല ചേട്ടാ, ഒരു നല്ല കളി കളിക്കുന്നുണ്ട്, അതാ ഉദ്ദേശിച്ച്. റൊണാൾഡീഞ്ഞോ ക്ലിയർ ഹുയ്സന ക്ലിയർ ചെയ്യ്, അത്രേ ഉള്ളൂ. ഭയങ്കര ഓട് പെട്ടെന്ന് കൊടുക്ക്. ഫോർലാനെ ഓട് അവിടെ ത്രൂ കൊടുത്തോ. അതിനോട് അവിടെ ഷൂട്ടാൻ പറഞ്ഞേ, അവിടെ ത്രൂ കൊടുക്കാനല്ലേ പറഞ്ഞേ. എന്താ കുട്ടി ശ്രദ്ധിക്കണ്ടേ, അങ്ങനല്ല നമ്മളെ പുതിയ വാസന അതൊക്കെ രസം തന്നെ തോന്നുന്നു ഗൈസ്. റൊണാൾഡീഞ്ഞോൻ്റെ ഒരു 1.5 കോർണർ വരും. ഐക്കാടെ ബുള്ളറ്റ് ഹെഡ് പോസ്റ്റിക്ക് അല്ല, ഫോർലാനെ ബുള്ളറ്റ് ഹെഡ്. ഞാൻ ബുള്ളറ്റ് എന്നോട് പറഞ്ഞാണേ എന്ത് പറഞ്ഞില്ല, ബുള്ളറ്റ് ഷോട്ട് പറയുമ്പോൾ ബുള്ളറ്റ് ഷോട്ട് അടിച്ചാൽ നേരത്താ നമുക്കിങ്ങനെ കോർണർ അടിച്ച് ഉരുട്ടിട്ട് കൊടുത്ത് ബോള്. അതും കീപ്പറിന് കയ്യിൽ ഒതുക്കാറാത്ത നമ്മളെ ഭാഗ്യം, അങ്ങനെ വേണം പറയാൻ. എസ് ഭയങ്കര കിച്ച്, ഫിനിഷിംഗ് ഇല്ല, ഒരു കേള് കുബാർസി ബെല്ലട്ടി കിട്ടിയില്ല. റൗള് അതാ പോണ് ബോള്. വിക്ടർ ബായ അടിച്ചു വിട്ടാ അതന്നെ ഗൈസ്. ഫോർലാനെ ഇവനേതാ കെവിൻ വാസ്ക്യൂസ് ഇവനാടാ ഫെർമിൻ ലോപ്പസ്. റൗള് ജീൻ ഹുയ്സൺ ഗൈസ്. കെവിൻ വാസ്ക്യൂസ്, ഫെർമിൻ ലോപ്പസ്, ഹുയ്സൺ, വിക്ടർ ബായ റൊണാൾഡീഞ്ഞോ. ആർക്കും ബോൾ കിട്ടുന്നില്ലല്ലോ, ഇത് വല്ലാത്ത കഷ്ടാട്ടാ. റൗള് നാച്ചോ മാർട്ടിൻ കൈക്കന്ന് പോയി, ഇതാ ഗോള്. ബ്ലിറ്റ്സ്കളറാണേലോ 1.5 കേള് കോണക്ക് വരും. നെയ്മർ വേണം കേസ്, നെയ്മറുണ്ടെങ്കിൽ നെയ്മറൊക്കെ ഞാൻ കേള് കാണിച്ചിടാം. ഞാൻ കാണിച്ചിരുന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം, വാശിയാ. പക്ഷേ നെയ്മർ ഇല്ല, അതുകൊണ്ടല്ലേ ഇത്രക്കും വാശി പറയാൻ കാരണം. നെയ്മറുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു 1.5 ബ്ലിറ്റ്സ് കേള്. വയസ്സ് ഗോള്. കുബാർസി, ചൗമനി, റൈക്കാർഡും ഇല്ലല്ലോ അല്ലേ. ഞാൻ റൈക്കാർഡിനെ കൊണ്ട് കോർണർ കുത്തുന്നതിന്
പറഞ്ഞതിൻ്റെ റൈക്കാർഡും ഇല്ല. ഞാനിപ്പോൾ ഓർത്ത് ഹുയ്സൺ അവിടെ അങ്ങനെ നോക്കാൻ ആളില്ല. റൊണാൾഡീഞ്ഞോ ഫോർലാന് ഒന്ന് സ്റ്റെൻഡിങ് അടി. അവിടെ അതെങ്കിലും ഇത് എന്തിനു നിൽക്കുക അവിടെ കപ്പിയായിട്ട് മനുഷ്യനിട്ട് കളിപ്പിച്ചിന് അത്രക്കും ഒന്ന് ഡ്രിബിൾ ചെയ്യാൻ കഴിയില്ല അവരാ. നേരക്കൊന്ന് ഷോട്ട് അതും ഇല്ല. അവിടെ ഒന്ന് പോസ്റ്റ് കടിച്ചാ കുഴപ്പമില്ല. നല്ലടി അവിടുന്ന് ആർക്കാണ് വെറുതെ ഇങ്ങനെ ഒറ്റിട്ട് നോക്കി ഇത് ആരെങ്കിലും എടുക്കും ഓരോ ടീം അടുത്ത്. അള്ളാ ഗാസ് റൗള് എംബാപ്പെ കൈക്കൊന്ന് പോയി. ഇക്കളി നമ്മൾ പൊട്ടുവോ? എന്ത് കഷ്ടമാണ് ഗൈസ് ഇങ്ങനെ ജയിക്കണേ. നമുക്കൊന്നും ഭാഗ്യമില്ല. നമ്മളൊക്കെ ജയിക്കും ഗൈസ്. നമ്മളൊക്കെ ജയിക്കാനുള്ള ടീം തന്നെയാണല്ലോ. കുഴപ്പമില്ല. തോറ്റാൽ എത്ര കിട്ടുമെന്ന് അറിയാനും വേണ്ടിയിട്ടോ ഞാൻ കരുതി കൂട്ടി തോൽക്കണാവോ. ഞാൻ കരുതി കൂട്ടി തോൽക്കണമല്ല ഗൈസ്. നമ്മൾ അന്തസ്സോടെ പൊട്ടണാണ്. വിയ ഒന്ന് അടിച്ചുകൂടിയാണെന്നാലും ഒരു ട്രൈ. അടിച്ചിട്ട് തന്നെ അല്ല. ഫോർലാൻ അടിച്ചുക്കണോ ഇട്ടിട്ടെടുത്തുക്കണേ അങ്ങനെ പറയണം. അടുത്ത കിലിയൻ എംബാപ്പേൻ്റെ ഗോള്. ഹുയ്സണ നല്ല അടി. ഹുയ്സണൊക്കെ നേരത്തെ കളിച്ചിട്ടുണ്ട്. വേറൊന്നും മുന്നിക്ക് പായണില്ല. എന്ത് കഷ്ടമാണ് നേരത്തെ കളിച്ചൊക്കെ. ഫോർലാൻ സെൻറ്റർ ബാക്ക് ഹുയ്സണ ഇതാക്കിയാലോ വേണ്ട അലിയാക്കാം വേണ്ട. സുഖമില്ല ഗൈസ്. ആള് വരുന്നില്ല. ഊഫ് ആളേവാ ജസ്റ്റ് നമ്മൾ റൗള് ഗായ്സ് കഴിക്കുന്നു പോയി. അള്ളാ കുറച്ച് ബാക്ക് കൊടുത്താൽ മതിയോ. അത് നല്ല കണ്ടിപ്പോൾ നമ്മളെ കഴിക്കുന്ന പോയി. ഇപ്പോൾ ഒരു ഗോളടിച്ചാലോ. അതൊക്കെ കാരണം ആരാ? കുബാർസി കാരണം നമ്മൾ വീണ്ടും ഇല്ല കുഴപ്പമില്ല. നമ്മൾ വീണ്ടും മുണങ്ങിയിട്ടുണ്ട്. അന്തസ്സോടെ ദേഷ്യം പിടിക്കുന്നുണ്ട് ഗൈസ്. റൗള് മുഹമ്മദ് ലോമ റൗള് ഗൈസ്. നമ്മൾ ഇക്കളി എത്രയാനായിട്ട് പൊട്ടത്. എന്ത് കഷ്ടം ഗൈസ്. അടുത്ത് ഇപ്പോൾ എവിടെ പോയത്? 3 മുടാ ലീവ് അടിച്ചായിട്ട് മറ്റേ സി പോയിന്റ് കിട്ടില്ല. ഞാൻ സി പോയിന്റിന് എത്രയുടെ തോറ്റാലെന്ന് അറിയാൻ വേണ്ടി വിട്ടു കൊടുക്കുകയാണ്. ഇവനായിട്ട് ലീവ് അടിച്ച് പോവില്ല. ഇവനെ ഇപ്പം വരും ഫോണോട് വാങ്ങിയേക്കും. ഫോൺ ഓഫാക്കും. ഇപ്പം കറങ്ങും. എൻ്റെ ഇല്ല കറങ്ങുന്നില്ല. ഗൈസ് ഒന്ന് കുത്തി അവൻ്റെ ഇതെങ്കിലും പോക്കണമെന്നുണ്ടാ. ക്ലീൻ ഷീറ്റ് അതെങ്കിലും പോക്കണമെന്ന് എനിക്ക് ഗൈസ്. ഹുയ്സൺ റൗള് ഇപ്പം ഒരു ബുള്ളറ്റ്. ഭാഗ്യമുണ്ട്. നമ്മളെ റൗൾട്ടാ. ഫോർലാനെ റൊണാൾഡീഞ്ഞോ ഗൈസ് പോയിക്കൊന്ന് പോയി വീണ്ടും. ഇനി 3 ഗോൾ ഇടണോ നമുക്ക് ഒപ്പെത്തണമെങ്കിൽ തന്നെ. പിന്നല്ലേ ഒരു ഗോളാതെ ഇടാൻ കഴിയണ്ട. ഇല്ല ഒരു ഗോളും പോലെ ഇടാൻ കഴിയാത്ത ഇന്നോടാണ് ഒരു 3 ഗോൾ ഇടാൻ പറയുന്നത്. എന്തൊക്കെ ചെയ്യണം ഗൈസ് നമ്മളിനി. റൊണാൾഡീഞ്ഞോ ഒന്ന് പോസ്റ്റ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യോ. പെനാൾട്ടി ഇതെന്താ ഗൈസ്. ഒരു വെട്ടിന് നമുക്ക് ഫൗൾ തരാത്തത്. പെനാൾട്ടി ഇട്ട് ഫ്രീ കിക്കും പോലെ തരുന്നില്ല ഗൈസ്. ലോങ് റൗള് കിലിയൻ എംബാപ്പെ ഫെർമിൻ ലോപ്പസ് കെവിൻ വാസ്ക്യൂസ് കിലിയൻ എംബാപ്പെ കുബാർസി ചൗമേനി ഹ്യൂലൻ അൽവാരസ് റൗള് ഗോള് കിലിയൻ എംബാപ്പെ. ഓഫ്സൈഡാ. ഒരു ഗോളെങ്കിലും നമുക്ക് വേണ്ടി ഓഫ്സൈഡാ പറഞ്ഞല്ലോ. അത് മതി സമാധാനമായി. സമാധാനമായി. ഷോട്ടൊക്കെ ഒന്ന് അടിക്കുകയാണ്. ഹുയ്സൺ കമാവിംഗ റൊണാൾഡീഞ്ഞോ എന്താ ചെയ്യേണ്ടതറിയില്ല. ഓനെ കൊണ്ട് ഇനി ക്ലീൻ ഷീറ്റ് എടുക്കാൻ കഴിയുള്ളൂ എന്ന് ഓനെ പറഞ്ഞ് മോട്ടറാക്കിയപ്പോൾ ഒറ്റ പൂജ എടുക്കാൻ തുടങ്ങി. യെസ് അവനോട് പറയണേ എന്നെ കൊണ്ട് ഇനി വല്ലതും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കഴിയണമൊക്കെ ചെയ്യ് എന്ന് പറയണേ എല്ലാവരും കൂടി. റൊണാൾഡീഞ്ഞോ അത് മതി. ഫ്രീ കിക്കല്ലേ നമുക്ക് ഇവിടെ നിന്ന് പോസ്റ്റ് അടിച്ചു നോക്കിയാലോ. അങ്ങനെ കേള് ബ്ലിറ്റ്സ് നെയ്മറില്ലല്ലേ. അത് ഒരു വിഷമമാണ്. ഫോർലാനാണ് ഞാൻ കോർണർ പോലെ അടിക്കാറാത്ത ആളാ. സെലക്ട് കിക്കർ
98 ഫ്രീ കിക്കിൽ. എന്നത് ഗോളാട്ടാ, ഒരു 1.5 ബ്ലിറ്റ്സ് കേളർ ഗോള് കണ്ടോളി. ചിലപ്പോൾ വേണം, ചിലപ്പോൾ പോസ്റ്റ് പോയാൽ എനിക്ക് ഇല്ല ഗൈസ്, പുറത്തൊക്കെ പോയതോ. ഭാഗ്യമില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്നെ ഇവിടെ പാസ് എടുക്കും ഞാൻ പറഞ്ഞാൽ അടിച്ചിടും. ലാസ്റ്റ് കിച്ച് മാറ്റും, അതാണല്ലോ അതിൻ്റെ ശരി. ഫോർലാന് വിയ അവൻ്റെ ക്ലീൻ ഷീറ്റ് പോക്കാനപ്പം നമ്മൾ നോക്കണേ. അതെങ്ങനെയെങ്കിലും ഞാൻ കഴിയണ രീതിയിൽ പോക്കും. അത് ഞാൻ പോക്കാനുള്ള പലതും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൻ അതിലൊന്നും വീണില്ല. വീണ്ടും റൊണാൾഡീഞ്ഞോ. കെവിൻ വാസ്കസ്, ഫെർമിൻ ലോപ്പസ്, ചൗമേനി, റൊണാൾഡീഞ്ഞോ, ഫോർലാൻ. ഒന്ന് അടിച്ചാ ബുള്ളറ്റ് അടിക്കുമെന്ന് പറഞ്ഞോ. അതിപ്പോഴാണ് വരുന്നത് കളി പൊട്ടാൻ നേരത്ത്. 5 മിനിറ്റ് ഉള്ളിഞ്ഞ് കളി കഴിയാൻ. അപ്പോഴാണ് അവന് ഫോർലാൻ്റെ ബുള്ളറ്റ്. നിങ്ങളെന്താ പറഞ്ഞാൽ ക്ലീൻ ഷീറ്റ് പോകാൻ. അത് ഞാൻ ചെയ്തു. ക്ലീൻ ഷീറ്റ് പോക്കി തന്നേട്ടാ. ശരിയാണ്, പറഞ്ഞവർ ക്ലീൻ ഷീറ്റ് പോക്കി തന്നേക്കണേ. ഒരു സമാധാനമുണ്ട്, അവന് ക്ലീൻ ഷീറ്റ് പോയല്ലോ. ആ ഒരു സമാധാനത്തിൽ നമുക്കിവിടെ ഇരിക്കാം. ഇതാ വരുന്നേ പിന്നെ കമവീങ്ക അടിച്ചു വിട്ടാൽ അങ്ങോട്ട്. കുഴപ്പമില്ല. ഡിയാഗോ സാഞ്ചസ് ഇനി ഒന്നും കൂടി അടിച്ചു വിട്ടാൽ ആരെങ്കിലും. കഴിക്കുന്നു പോയി കണ്ടോ. ഇനി പോകാൻ്റെ കോർണർ സഹിക്കണം. ഇനിയുണ്ട് 5 മിനിറ്റ് ഗൈസ് പോകാനെ സഹിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടിയാലും എത്ര ക്യാപ്റ്റൻസി പോയിൻ്റ് കിട്ടുന്നു. ഗൈസ് അതറിയണം എനിക്ക്, ഗൈസ് അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മുഹമ്മദാവിലെയോ ഇവിടുന്നൊക്കെ ആർക്കും വേണ്ടി അടിക്കണേ. ഗൈസ് കിലിയൻ എംബാപ്പെ അടുത്ത് അടിച്ച് ആ ഇടയിൽ ഇവിടുന്നൊക്കെ ഒരു ബുള്ളറ്റ് വരുന്നേ വിക്രവായ്ക്ക് കാണുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഗൈസ്. ഭയങ്കര കിച്ച്. നമ്മളൊന്നും കൂടി അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. കളി ഐശ്വര്യമായിട്ട് അന്തസ്സോടെ തോറ്റു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ആകല്ലേ അപ്പോൾ നമുക്കറിയാം തോറ്റാൽ എത്ര ക്യാപ്റ്റൻസി പോയിൻ്റ് കിട്ടുന്നത്. ഓക്കെ ഞാൻ ഒറ്റ കളിച്ചോണ്ട് ഗൈസ്. ക്യാപ്റ്റൻസി പോയിൻ്റ് എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നത്. 10 കിട്ടും. 5 കളി കിട്ടിയാലും മതി. നമുക്ക് ഒരു വാങ്ങാം. ജയിച്ച 20 കിട്ടാനാണല്ലോ. അപ്പോൾ എന്താ എന്തൊക്കെ വന്നു എന്നുള്ള വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.